ബാക്ടീരിയയോ വൈറസോ ഫംഗസോ മറ്റേതെങ്കിലും രോഗാണുക്കൾ വരുന്ന രോഗമല്ല പ്രമേഹം. ഇത് പട്ടി കടിച്ചിട്ടോ പാമ്പ് കടിച്ചിട്ടോ വണ്ടി കടിച്ചിട്ടുണ്ടാവുന്ന പ്രശ്നമല്ല. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവശൈലി രോഗമാണ്. നമ്മളുടെ ശരീരത്തിന് യോജിക്കാത്ത ആഹാരക്രമവും വ്യായാമത്തിന്റെ കുറവുമാണ് ഈ രോഗത്തിന്റെ കാരണങ്ങൾ. നമ്മൾ പല ഹോസ്പിറ്റലിൽ പോയി പല ഡോക്ടർമാരെ കണ്ട് പല മരുന്നുകൾ കഴിക്കുമ്പോഴും ഈ രോഗത്തിന്റെ കാരണങ്ങൾ അതുപോലെ തന്നെ അവശേഷിക്കുകയാണ്. അതുകൊണ്ടാണ് കാര്യമായ രോഗവും ഇല്ലാതെയാകാത്തത്. കാരണത്തെ ഇല്ലാതെയാക്കിയാൽ മാത്രമേ കാര്യത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് പ്രമേഹത്തിന്റെ കാരണത്തെ ഇല്ലാതെയാക്കണം. ഇതിന് പകരം നമ്മളിന്ന് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കുമ്പോൾ ലക്ഷണത്തെയാണ് ഇല്ലാതെയാക്കുന്നത്. ബ്ലഡിലെ ഷുഗർ കൂടുക എന്നുള്ള രോഗമല്ല, രോഗലക്ഷണമാണ്. ഡയബറ്റിസ് മെലിറ്റിസ് എന്ന ലക്ഷണമാണ്. ലക്ഷണത്തെ കുറച്ചാൽ രോഗം കുറയാൻ പോകുന്നില്ല. രോഗം ഇങ്ങനെ വർദ്ധിച്ചു വരും. നമുക്ക് പ്രായം കൂടുന്ന ശരീരം വീക്കാവുമ്പോൾ ഇത് കൂടി വരും. അങ്ങനെ ഷുഗർ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഷുഗർ റിലേറ്റഡ് ഡിസീസിന് അനുബന്ധ രോഗങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഓരോരോ ഓർഗൻസിനെ പിടിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ അതിന് മരുന്ന് കഴിക്കും. അങ്ങനെ ഒരു കെട്ട് മരുന്നുമായിട്ട് സുഖവും സന്തോഷവും ഇല്ലാതെ അങ്ങനെ നടന്നു നീങ്ങും. ഇതാണ് ഇന്ന് കണ്ടുവരുന്നത്. ഇതിനെ ഫലപ്രദമായിട്ട് ചെറുക്കണമെങ്കിൽ നമ്മൾ രോഗത്തിന്റെ കാരണത്തെ ഇല്ലാതെയാക്കണം. അതായത് ശരിയായ ഡയറ്റിലേക്കും ശരിയായ എക്സസൈസിലേക്കും വരണം. ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം. ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും വേണ്ടിയിട്ട് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് നടത്തി വരുന്നു. ധാരാളം പേര് ഈ കോഴ്സിൽ പങ്കെടുത്ത് ഷുഗർ കുറഞ്ഞും ഒരു പരിധിവരെ ഷുഗർ പൂർണ്ണമായിട്ട് മാറിയും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് സാധിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്.